ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പലരും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ പലരും ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിച്ചവരുമാണ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നമുക്കൊരിക്കലും ഒറ്റയ്ക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പ്രോപ്പറായി കൊണ്ടുപോകുന്നതിനായി നമ്മൾ വർക്കേഴ്സിനെ വെക്കേണ്ടതുണ്ട്. വർക്കേഴ്സിനെ അസിസ്റ്റ് ചെയ്യാനായി നമ്മൾ വെക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരോട് ഓവറായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആവേണ്ടതില്ല എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഓൺ ബിസിനസ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ബേർഡൻസും എടുക്കേണ്ടതും അവരുടെ സാലറി കാര്യങ്ങളെല്ലാം നോക്കേണ്ടതും ഒക്കെ നമ്മൾ തന്നെയാണ്. നമ്മുടെ ബിസിനസ്സിനെ നല്ല രീതിയിൽ അസിസ്റ്റ് ചെയ്യുന്നതിനായി എന്തൊക്കെ അവരെ പഠിപ്പിക്കണം എന്നുള്ളത് കൂടി നമ്മൾ ബോധേഡ് ആവണം. ആദ്യമായി തന്നെ നമ്മൾ ഫിനാൻഷ്യൽ എത്തിക്സ് അവരെ നന്നായി പഠിപ്പിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ബിസിനസ്സിന് ട്രസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ തന്നെ ഡീല് ചെയ്യാൻ ഈ വർക്കേഴ്സിനെ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വർക്കേഴ്സിൻ്റെ സിൻസിയറിറ്റിയും അതുപോലെ അവരുടെ സത്യസന്ധതയും നമ്മൾ എപ്പോഴും ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആൻഡ് ഓൾസോ ഫോളോ UPI ട്രാൻസാക്ഷൻസ്. ബിസിനസ് ചെയ്യുന്ന പലരും വർക്കേഴ്സിനെ നന്നായി വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിക്കുമ്പോൾ അവർ പലതരത്തിലുള്ള ഫ്രോഡുകളും ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിലുള്ള ഫോളോ അപ്പ് നമ്മൾ കൃത്യമായി തന്നെ ചെയ്തിരിക്കണം. അത് പ്രോപ്പറായി ഹാൻഡിൽ ചെയ്യുന്നതിനായി നമ്മൾ വീക്ക്ലി ഒരു ഡേയും മന്ത്ലി കുറച്ച് ദിവസവും നമ്മൾ ഇതിനായി മാറ്റിവെക്കണം. CCTV നമ്മൾ എപ്പോഴും അസസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. പേയ്മെന്റ്സ് ക്രോസ് ചെക്ക് ചെയ്യണം. സ്റ്റോക്ക് മാനേജ്മെന്റും കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീക്ക്ലി 1 ടൈം നമ്മൾ ഓഡിറ്റിംഗ് നടത്തണം. അതുപോലെ തന്നെ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ അവരെ സ്ഥിരപ്പെടുത്തുകയില്ല. അവരെ നന്നായി വാച്ച് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അവിടെ പെർമനൻ്റ് ആക്കാൻ പാടുള്ളൂ. ഒറ്റക്കാഴ്ചയിൽ എല്ലാവരും പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ അവരെ നിരന്തരമായി വീക്ഷിക്കുമ്പോൾ മാത്രമേ നമുക്ക് അവരുടെ കൃത്യമായ സ്വഭാവം മനസ്സിലാവുകയുള്ളൂ. ഈ ടിപ്സുകൾ നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യണേ.